ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. ഉമ്മു വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്താണ് എല്ലാവരുടെ വിശേഷം? സുഖമല്ലേ എല്ലാവർക്കും? അപ്പോൾ നമുക്കിന്ന് വെറൈറ്റി ആയിട്ടുള്ള ഒരു അപ്പം ഉണ്ടാക്കാം അല്ലേ? അപ്പോൾ ആ അപ്പത്തിൽ ഫില്ലിങ്ങിന് വേണ്ടിയിട്ടുള്ള മസാല റെഡിയാക്കാം നമുക്ക്. അപ്പോൾ അതിന് ഞാനൊരു പാത്രം അടപ്പത്ത് വെച്ച് അതിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി മീഡിയം സൈസിലുള്ള 2 സവാള ചെറുതാക്കി അരിഞ്ഞതും അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നല്ലപോലെ തന്നെ ഒന്ന് ഇളക്കിയൊക്കെ യോജിപ്പിക്കാം. അപ്പോൾ നമ്മുടെ സവാള നല്ലപോലെ തന്നെ ഒന്ന് മൂത്ത് വരട്ടെ കേട്ടോ. അപ്പോൾ നമ്മുടെ സവാള ഇവിടെ നല്ലപോലെ തന്നെ വാടിയൊക്കെ വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 4 അല്ലി വെളുത്തുള്ളി ചതച്ചതും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും 3 പച്ചമുളക് ചതച്ചതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതും നല്ലപോലെ തന്നെ ഒന്ന് വാടി വരട്ടെ കേട്ടോ. നല്ലപോലെ ഇളക്കിയൊക്കെ യോജിപ്പിക്കുന്നുണ്ട്. അപ്പം അതും നല്ലപോലെ തന്നെ ആയി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടി നല്ലപോലെ തന്നെ ഒന്ന് ഇളക്കിയൊക്കെ യോജിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പൊടിയും നല്ലപോലെ തന്നെ ഒന്ന് മൂത്ത് വരട്ടെ കേട്ടോ. ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മളുടെ മസാല നല്ലപോലെ തന്നെ മൂത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് വൃത്തിയാക്കി വെച്ച ചെമ്മീൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ ഒരു 1/4 കിലോ ചെമ്മീനാണ് എടുത്തിട്ടുള്ളത്. ഇതെല്ലാം കൂടി നല്ലപോലെ തന്നെ ഇളക്കിയൊക്കെ യോജിപ്പിക്കുന്നുണ്ട്. നല്ലപോലെ നമ്മുടെ ചെമ്മീനും ഇളക്കിയൊക്കെ യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മുടെ മസാലയും ചെമ്മീനൊക്കെ ഒന്ന് നല്ലപോലെ തന്നെ ഒന്ന് വെന്ത് വരട്ടെ കേട്ടോ. അപ്പം ഞാനത് ഒരു 5 മിനിറ്റ് അടച്ചു മൂടി വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ ഇപ്പോൾ ഒരു 5 മിനിറ്റൊക്കെ ആയപ്പോൾ ഞാൻ നോക്കിയപ്പോൾ വെള്ളമൊക്കെ നല്ലപോലെ തന്നെ വറ്റി ചെമ്മീനൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇടയ്ക്കിട്ടൊന്ന് തുറന്ന് ഇളക്കിയൊക്കെ നോക്കണം കേട്ടോ. ഞാൻ അങ്ങനെ ഒരു 2 പ്രാവശ്യം ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ നല്ലപോലെ തന്നെ ആയി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ നെയ്യും കുറച്ച് മല്ലിയില ചെറുതാക്കി അരിഞ്ഞതും കറിവേപ്പിലയും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി എല്ലാം കൂടി നല്ലപോലെ തന്നെ ഒന്ന് ഇളക്കിയൊക്കെ യോജിപ്പിക്കണം. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഒന്ന് ഉപ്പൊക്കെ ഒന്ന് നോക്കണം കേട്ടോ. അപ്പോൾ എനിക്ക് ഉപ്പൊക്കെ നല്ല പാകത്തിന് തന്നെ ആയി വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഞാനിത് അടപ്പത്തുനിന്ന് മാറ്റി വെക്കുന്നുണ്ട്. ഇത് ചൂടാറുമ്പോഴേക്കും നമുക്ക് ഇതിൽക്കുള്ള അപ്പം ശരിയാക്കാം അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ 1.5 കപ്പ് വെള്ളം അടപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെള്ളം നല്ലപോലെ തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. നമ്മൾ പത്തിരിക്കൊക്കെ പൊടി വാട്ടണ പോലെ തന്നെ കേട്ടോ. ഒരു 1.25 കപ്പ് വറുത്ത അരിപ്പൊടി ഞാൻ എടുത്തിട്ടുണ്ട്. ആ പൊടി അതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലപോലെ തന്നെ ഇളക്കിയൊക്കെ യോജിപ്പിക്കുന്നുണ്ട്. ഇനി അതൊരു പരന്ന പാത്രത്തിലിട്ട് നല്ലപോലെ തന്നെ നമുക്ക് കുഴച്ചെടുക്കാം. നന്നായിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി അതൊരു പത്തിരിക്ക് എടുക്കുന്നതിലും വലിയ ബോളുകളായിട്ട് നമുക്ക് ഉരുട്ടെടുക്കാം കേട്ടോ. പത്തിരിയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ചെറിയ ബോളുകളല്ലേ ഉണ്ടാക്കാറ്. ഇത് കുറച്ച് വലിയത് തന്നെയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. കണ്ടില്ലേ, ഈ ഒരു വലിപ്പത്തിൽ ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി അതൊരു പത്തിരി പ്രസ്സിൽ വെച്ചിട്ട് ഒന്നിങ്ങനെ അമർത്തി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഭയങ്കര കട്ടി കുറച്ച് ചെയ്യരുത്. ഇത് കനത്തിൽ തന്നെ വേണം കേട്ടോ നമ്മുടെ പത്തിരി ഇരിക്കാനായിട്ട്. ഇനി ഒരു വാഴയിലേക്ക് നമ്മൾ പരത്തി വെച്ച പത്തിരി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ച ചെമ്മീൻ മസാല ഇല്ലേ, അത് ഇതിലേക്ക് ഇങ്ങനെ എല്ലാ ഭാഗത്തും പരത്തി വെച്ച് കൊടുത്തിട്ട് നമുക്കതൊന്ന് അടച്ചു കൊടുക്കാം കേട്ടോ. നല്ലപോലെ ഇങ്ങനെ അമർത്തി കൊടുക്കണം. ഇനി അടുത്ത പത്തിരി ഞാനിതുപോലെ തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ലപോലെ തന്നെ മസാല വെച്ചിട്ട് അമർത്തി കൊടുക്കണം കേട്ടോ, അടച്ചിട്ട്.
അപ്പോൾ എല്ലാ പത്തിരിയും ഞാൻ ഇതേപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇഡലിയൊക്കെ ഉണ്ടാക്കുന്ന പാത്രമില്ലേ, അതിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിൽ തട്ട് വെച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ ആവിയിൽ. വേണമെങ്കിൽ നിങ്ങൾക്കിത് ചുട്ടു കൊടുക്കാം കേട്ടോ. നമ്മളുടെ ഓട്ടടയൊക്കെ ഉണ്ടാക്കുന്ന ചട്ടിയില്ലേ, ആ ചട്ടിയിൽ വേണമെങ്കിൽ നമുക്ക് ചുട്ടു കൊടുക്കാം കേട്ടോ. ഇത് ഇപ്പോൾ ഒരു 10-15 മിനിറ്റോളം ഞാൻ അടുപ്പത്ത് വെച്ച് വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീൻ മസാല പൊരുത്തിലട ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്നതാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും വീട്ടിൽ ഇതേപോലെ തന്നെ ചെയ്ത് നോക്കണം. എന്നിട്ട് ഇതിൻ്റെ അഭിപ്രായം കമൻറ്റിലൂടെ എന്നെ അറിയിക്കുകയും വേണം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. എന്നെ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ്. എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം.